ഐഷുമ്മ കിച്ചണിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ടേസ്റ്റിയായ കടലക്കറിയാണ്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ കടലക്കറി തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു വലിയ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കടല കുതിർത്തിയത് ഞാൻ കഴുകി വാരി വച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് കാണാം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു കുക്കർ വച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചതച്ച് വച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടി തന്നെ വച്ചിരിക്കുകയാണ്, ഒന്ന് വാടിക്കോട്ടെ, ഒരുപാട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് എരിവ് അധികം വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാം, അല്ലെങ്കിൽ 1 സ്പൂണ് ചേർത്താൽ മതിയാകുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുതിർത്തിയ കടല കഴുകി വാരി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പാത്രത്തിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞ് 8 ചൂള വന്നതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. 8 ചൂള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ആവി മുഴുവൻ പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ചൂള പോയി, അതിന് ശേഷം ആവി മൊത്തം പോയിട്ടുണ്ട്. ഇനി തുറക്കാൻ പോവുകയാണ്. ഇത് തുറന്നപ്പോൾ നല്ല കറക്റ്റ് അളവിനായിട്ടുണ്ട്. ഗ്രേവിയും എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കടല. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറിയെ വെല്ലുന്ന കടലക്കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ പറ്റിയ കറിയാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.